എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PSCക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ലുഡിക്രൂവസ്. ലുഡിക്രൂവസ് എന്ന് പറഞ്ഞാൽ എന്താ? ലുഡിക്രൂവസ് എന്ന് പറഞ്ഞാൽ റിഡിക്കുലസ് ആണ്. റിഡിക്കുലസ് എന്നൊക്കെ പറഞ്ഞാൽ ഫൂളിഷ് ആണ് കേട്ടോ. ഫൂളിഷ്. ഓക്കെ, ലുഡിക്രൂവസ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. ലുഡോ കളിക്കുന്ന ആൾക്കാർ കുറച്ച് ഫൂളിഷ് ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ലുഡോ കളിക്കുന്നത് നമ്മൾ പറയില്ലേ, ചെസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ചിട്ടൊക്കെ കളിക്കാന്ന് പറയില്ലേ, അതേപോലെ ലുഡോ കളിക്കുന്നത് ഫൂളിഷ് ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ ഫൂളിഷ് ആണ്. ഇനി ഫൂളിഷിന്റെ കുറച്ച് സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയല്ലേ? പ്രപ്പോസ്റ്ററസ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രപ്പോസ്റ്ററസ് അല്ലേ? അതേപോലെ തന്നെ അബ്സേർഡ്. അബ്സേർഡ്. പ്രപ്പോസിഷൻ അറിയില്ലെങ്കിലും അതുപോലെ തന്നെ മാത്സിലെ സേർഡ്സ് അറിയില്ലെങ്കിലും ഫൂളിഷ് ആണെന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ ലുഡിക്രൂവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡിക്യുലസ്, അതായത് ഫൂളിഷ് ആണ്. ഓക്കെ. ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ആണ്, ഒരു തടസ്സം. അതിനാണ് ഇംപെഡിമെന്റ് എന്ന് പറയാ. ഒരു തടസ്സം അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കും അല്ലെ, ഒരു പേടിയായിരിക്കും. ഇംപെഡിമെന്റ്, ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഒബ്സ്ട്രക്ഷൻ. ഒബ്സ്ട്രക്ഷൻ. ഓക്കെ. അടുത്ത് നോക്കാം. സ്കോൺ. സ്കോൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്കോൺ എന്ന് പറഞ്ഞാല് ടു ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ് ആണ്, പുച്ഛിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. സ്കോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടു ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്. ടു ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്. അടുത്തത് എക്യൂട്ട്. എക്യൂട്ട് എന്ന് പറഞ്ഞാല് വളരെ ഷാർപ്പായിട്ടുള്ള, എക്യൂട്ട് ആംഗിൾ എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. എക്യൂട്ട് ആണ്, കുറച്ച് ഷാർപ്പ് ആണെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷാർപ്പ് കേട്ടോ, ഷാർപ്പാണ്. ഇൻട്രിപ്പിഡ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആണ്, ഭയമില്ലാത്ത. ഇൻട്രിപ്പിഡ്. ഇന്റർപോൾ എന്ന് ഓർക്കാം അല്ലെ നമുക്ക്. ഇന്റർപോൾ. ഇന്റർപോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. പോലീസിന് വലിയ പേടിയൊന്നുമില്ല, ഫിയർലെസ് ആണെന്ന് ഓർക്കാം. അപ്പൊ ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫിയർലെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. എ ഡിസിഷൻ മെയ്ഡ് ബൈ പബ്ലിക് വോട്ടിംഗ്. എ ഡിസിഷൻ മെയ്ഡ് ബൈ പബ്ലിക്. പബ്ലിക് വോട്ടിംഗ് ആണ് അല്ലെ. അപ്പൊ പബ്ലിക്കിന്റെ പിയും ബിയും എല്ലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരിക്കും അല്ലെ. എന്താ അതിനെ പറയുന്നത്? പ്ലെബിസൈറ്റ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കാം. പ്ലെബിസൈറ്റ്. എ ഡിസിഷൻ മെയ്ഡ് ബൈ പബ്ലിക് വോട്ടിംഗ്, ദാറ്റ് ഇസ് നോൺ ആസ് പ്ലെബിസൈറ്റ്. സ്ലൈറ്റ് ആൻഡ് പാർഡനബിൾ ഫോൾട്ട്. അതായത് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റിനെ കേട്ടോ, അതിനെന്താ പറയാ? സ്ലൈറ്റ് ആൻഡ് പാർഡനബിൾ ഫോൾട്ട്. അതിനെ പറയുന്നത് വെനിയൽ ആണ്. വാട്ട് ഇസ് ഇറ്റ്? വെനിയൽ. വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം എന്നൊക്കെ ഓർക്കാം അല്ലെ. ചെറിയ തെറ്റല്ലേ, അപ്പൊ വേണമെങ്കിൽ അല്ലെങ്കിൽ വെനിയൽ കേട്ടോ. വെനിയൽ. സ്ലൈറ്റ് ആൻഡ് പാർഡനബിൾ ഫോൾട്ട്, ദാറ്റ് ഇസ് നോൺ ആസ് വെനിയൽ. ഓക്കെ. അടുത്ത് നോക്കാം. വൺ ഹു ടേക്സ് കെയർ ഓഫ് എ ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി നടക്കുന്ന ആൾ എന്താ പറയാ? അതിനെ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്, ജാനിറ്റർ. ആരാണ്? ജാനിറ്റർ. അപ്പോ ജാനു ചേച്ചിയാണോ നോക്കണമെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ജാനിറ്റർ. വൺ ഹു ടേക്സ് കെയർ ഓഫ് എ ബിൽഡിംഗ്, ഇറ്റ് ഇസ് നോൺ ആസ് ജാനിറ്റർ. ഓക്കെ. ഇനി ജോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ജോണ്ട്. ജോണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രിപ്പാണ്, ഷോർട്ട് ട്രിപ്പ്. നമ്മുടെ എക്സ്കേർഷൻ എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ് ജോണ്ട്. ജോണ്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ട്രിപ്പ്. ജസ്റ്റ് ഓർക്കാം ജോണ്ടിസ് അല്ലെ. ജോണ്ടിസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഒരു ചെറിയ ട്രിപ്പ് പോലെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും അല്ലെ. അപ്പൊ ജോണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഷോർട്ട് ട്രിപ്പ്. അടുത്ത് നോക്കാം. ഇറ്റിനറന്റ്. ഇറ്റിനറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന, ഓക്കെ, സഞ്ചരിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ്. ട്രാവൽ ചെയ്യുന്ന കേട്ടോ, ആ ഒരു മീനിങ് ആണ് ഇറ്റിനറന്റ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പൊ വൺ ഹു ടേക്സ് കെയർ ഓഫ് എ ബിൽഡിംഗ് എന്താ? ജാനിറ്റർ. ജാനിറ്റർ. ജോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു ട്രിപ്പ് അല്ലെ, ഷോർട്ട് ട്രിപ്പ് ആണ്. ഇറ്റിനറന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടു ട്രാവൽ, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇറ്റിനറന്റ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ആക്ട് ഓഫ് ഗിവിംഗ് അപ്പ് ദി ത്രോൺ. ആക്ട് ഓഫ് ഗിവിംഗ് അപ്പ് ദി ത്രോൺ. അതിനെ പറയുന്നത് എബ്ഡിക്കേഷൻ. എന്താ പറയാ? എബ്ഡിക്കേഷൻ. പഠിച്ചു വെച്ചേക്കണേ. എബ്ഡിക്കേഷൻ. അബ്ഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ ആക്ട് ഓഫ് ഗിവിംഗ് അപ്പ് ദി ത്രോൺ എന്താണ്? അബ്ഡിക്കേഷൻ. അടുത്ത് നോക്കാം. ഒബ്സസീവ് ഡിസയർ ടു ലോസ് വെയിറ്റ് ബൈ റെഫ്യൂസിങ് ടു ഈറ്റ്. ഫുഡ് കഴിക്കാണ്ട് എങ്ങനെയെങ്കിലൊക്കെ വെയിറ്റ് കുറയ്ക്കണം. ഓക്കെ, അതിനെ പറയുന്നത് അനോറെക്സിയ. എന്താ പറയാ? അനോറെക്സിയ. വേണമെങ്കിൽ ഓർക്കാം നോ ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ അന്നം വേണ്ട എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ അനോറെക്സിയ ആണ് ഒബ്സസീവ് ഡിസയർ ടു ലോസ് വെയിറ്റ് ബൈ റെഫ്യൂസിങ് ടു ഈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും വാക്ക് ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് ലുഡിക്രൂസ് പറഞ്ഞു. ലുഡിക്രൂസ് എന്ന് പറഞ്ഞാൽ റിഡിക്കുലസ് ആണ്, ഫൂളിഷ് ആണ്. പ്രപ്പോസ്റ്ററസ് ഉണ്ട്, അബ്സേർഡ് ഉണ്ട്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ആണ്, ഹിൻഡ്രൻസ് ആണ്. സ്കോൺ എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക അല്ലെ, ടു ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ് ആണ്. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആണ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഇന്റർപോൾ എന്ന് ഓർക്കാം, ദാറ്റ് ഇസ് ഫിയർലെസ്.
A decision made by public voting, it is known as plebiscite. Slight and pardonable fault, venial അല്ലെ, വേണമെങ്കിൽ ക്ഷമിക്കാം അല്ലെ, അപ്പൊ അതിനെയാണ് നമ്മൾ വെനിയൽ എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഹു ടേക്സ് കെയർ ഓഫ് എ ബിൽഡിംഗ്, ഇറ്റ് ഇസ് നോൺ ആസ് ജാനിറ്റർ ആണ്. അതേപോലെ തന്നെ ജോണ്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ട്രിപ്പ് ആണ്. ഇറ്റിനറന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടു ട്രാവൽ. ഓക്കെ, ആക്ട് ഓഫ് ഗിവിംഗ് അപ്പ് ദി ത്രോൺ, ദാറ്റ് ഇസ് നോൺ ആസ് അബ്ഡിക്കേഷൻ. അബ്ഡിക്കേഷൻ സ്ഥാനം മാറുക അല്ലെ. ഇനി ഒബ്സസീവ് ഡിസയർ ടു ലോസ് വെയിറ്റ് ബൈ റിഫ്യൂസിംഗ് ടു ഈറ്റ്, ഇറ്റ് ഇസ് നോൺ ആസ് അനോറെക്സിയ. അനോറെക്സിയ. അടുത്തത് ത്രോ ഇൻ ദി ടവൽ. ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാൽ എന്താ? ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാൽ യെസ്, അഡ്മിറ്റ് ഡിഫീറ്റ് ആണ് കേട്ടോ. എന്താണ്? അഡ്മിറ്റ് ഡിഫീറ്റ് ആണ്. അപ്പൊ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ടവലൊക്കെ ഇട്ടിട്ട് പോയി ഓർക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ഡിഫീറ്റ് ആണ്. ഓക്കെ, തോൽവി അംഗീകരിക്കുക, അഡ്മിറ്റ് ചെയ്യുക. ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ, ബാഡ് ബ്ലഡ്, ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹേറ്റ്രഡ് ആണ്, ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് ബാഡ് ബ്ലഡ് കേട്ടോ. അപ്പൊ ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് ഓഫ് ഹേറ്റ്രഡ് ആണ്. ലെറ്റ് യുവർ ഹെയർ ഡൗൺ. ലെറ്റ് യുവർ ഹെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ റിലാക്സ് ആൻഡ് എൻജോയ് യുവർ സെൽഫ്. നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോഴല്ലേ മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്? അപ്പൊ ടെൻഷൻ വരുമ്പോഴോ ഒക്കെയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ലെറ്റ് യുവർ ഹെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെ, ടു റിലാക്സ് ആൻഡ് എൻജോയ് യുവർ സെൽഫ്. അടുത്ത് നോക്കാം, വൺ ഹു ഡസ് നോട്ട് ടയർ ഈസിലി. പെട്ടെന്ന് ക്ഷീണിക്കാത്ത ഒരാളെ പറയുന്നത് ഇൻഡിഫാറ്റിഗബിൾ ആണ് കേട്ടോ. ഇൻഡിഫാറ്റിഗബിൾ നമുക്കറിയാലോ, ഈ ഫെറ്റീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ഷീണിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ ഇൻഡിഫെറ്റീഗബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പെട്ടെന്ന് ക്ഷീണിക്കാത്ത ഒരാളെയാണ് പറയാ കേട്ടോ. ഇനി ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? തോൽപ്പിക്കാൻ പറ്റാത്ത അല്ലെ, തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളെയാണ് നമ്മൾ ഇൻവിൻസിബിൾ എന്ന് പറയാ. അതായത് അയാൾ എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഒരു വിൻ ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്ത. ഇനി ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ടു പേ ഡെപ്റ്റ് ആണ്. കടങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരാളെയാണ് ഇൻസോൾവെന്റ് എന്ന് പറയുക. ജസ്റ്റ് ഓർത്തോളൂ, കടങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത, അത്രത്തോളം കടം ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ടു പേ ഡെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ വൺ ഹു ഡസ് നോട്ട് ടയർ ഈസിലി, പെട്ടെന്ന് ക്ഷീണിതനാവാത്ത ഒരാൾ എന്താ പറയാ? ഇൻഡിഫാറ്റിഗബിൾ അല്ലെ. ഫെറ്റീഗ് ആയിട്ടൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആള്. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളെ പറയുന്നത് സൊംനിലോക്വിസ്റ്റ് ആണ്. സൊംനാബുലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആളെയാണ് പറയാ കേട്ടോ. അപ്പൊ തെറ്റിക്കേണ്ട, സൊംനിലോക്വിസ്റ്റ് ആണ് വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്. പേഴ്സൺ ഹാവിംഗ് സിഗ്നിഫിക്കന്റ് എക്സ്പീരിയൻസ് ഇൻ ആൻ ഒക്യുപ്പേഷൻ. ഒരു ഒക്യുപ്പേഷനിൽ നല്ല എന്താ പറയാ പ്രാവണ്യമുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പറയുന്നത് വെറ്ററൻ എന്ന് പറയും അല്ലെ. വെറ്ററൻ, വെറ്ററൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് എന്നൊക്കെ മീനിങ് വരുന്ന വാക്കാണ് വെറ്ററൻ. ഇതിന്റെ ആന്റണിം ആണ് ഇവിടെ നൊവൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നൊവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ വിത്ത് ലെസ് എക്സ്പീരിയൻസ്. ലെസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ നൊവൈസ് എന്ന് പറയാം. നോ വൈസ്, അധികം വയസ്സൊന്നും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സൺ വിത്ത് ലെസ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാല് തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ അതിനെയാണ് നമ്മൾ പറയാ ഫാസ്റ്റീഡിയസ് എന്ന് പറയാ. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്. ഡിഫിക്കൽട്ട് ടു പ്ലീസ് കേട്ടോ. പ്ലീസ് ആണ്, തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഫാസ്റ്റീഡിയസ് എന്ന് പറയാം. ജസ്റ്റ് ഓർക്കാം, എത്രയൊക്കെ ഫാസ്റ്റിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും ചില ആൾക്കാരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ഫാസ്റ്റീഡിയസ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്. അടുത്തത് ടെനറ്റിന്റെ സിനോണിം ആണ്. ടെനറ്റിന്റെ സിനോണിം എന്താ? ടെനറ്റ് എന്ന് പറഞ്ഞാല് ബിലീഫ് ആണ് അല്ലെ, ഒരു വിശ്വാസമാണ് ടെനറ്റ്. ജസ്റ്റ് ഓർക്കാം, ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ 10ൽ 10 കിട്ടും അല്ലെ. എന്നാൽ നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഓർത്തു വെക്കാം, ടെനറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബിലീഫ്. ബിലീഫ്. റെസല്യൂട്ട്. റെസല്യൂട്ട് എന്താണെന്നറിയാവോ? റെസല്യൂട്ട് നമ്മൾ ഈ റെസല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ പറഞ്ഞാല് ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള അല്ലെ, ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, റെസല്യൂഷൻ. അതേപോലെ റെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിറ്റർമിൻഡ് കേട്ടോ. ഡിറ്റർമിൻഡ്. അടുത്തത് റീക്യാപിറ്റുലേറ്റ്. റീക്യാപിറ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ റീക്യാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ റീക്യാപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സമ്മറൈസ് ചെയ്യുക അല്ലെ. ചുരുക്കി പറയാ, അതിന്റെ ഒരു സമ്മറൈസ് ചെയ്യുക, അതാണ് റീക്യാപിറ്റുലേറ്റ്. ഓക്കെ, റീക്യാപിറ്റുലേറ്റ്. അടുത്തത് അയോട്ട. അയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഓട്ട എന്ന് ഓർക്കാം കേട്ടോ. ഒരു ചെറിയ ഓട്ട. അപ്പൊ ബിറ്റ് ആണ്, ചെറുത്. ബിറ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അയോട്ട എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ് ആണ്. ഡിസിഷൻ മെയ്ഡ് ബൈ പബ്ലിക് വോട്ടിംഗ്, പ്ലെബിസൈറ്റ്. സ്ലൈറ്റ് ആൻഡ് പാർഡനബിൾ ഫോൾട്ട്, വെനിയൽ.
One who takes care of a building, janitor. Act of giving up the throne, abdication. Obsessive desire to lose weight by refusing to eat, anorexia. Throw in the towel, admit defeat. Bad blood, feeling of hatred. Let your hair down, to relax and enjoy yourself. One who does not tire easily, indefatigable. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാൾ. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമുള്ള ഒരാൾ. അത് തീർക്കാൻ പറ്റാത്ത ഒരാളെയാണ് നമ്മൾ ഇൻസോൾവെന്റ് എന്ന് പറയാം. One who talks in sleep, somniloquist. A person having significant experience in an occupation, veteran. വെറ്ററന്റെ ഓപ്പോസിറ്റ് നൊവൈസ് ആണ്. ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു പ്ലീസ് ആണ്. ടെനറ്റ് എന്ന് പറഞ്ഞാൽ ബിലീഫ് ആണ് അല്ലെ. റെസല്യൂട്ട് എന്ന് പറഞ്ഞാലോ ഡിറ്റർമിൻഡ് ആണ്. റീക്യാപിറ്റുലേറ്റ്, സമ്മറൈസ്, അയോട്ട, പിറ്റ്. അടുത്തത് ടു ബേൺ ഓൾ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇഡിയമാണ് കേട്ടോ. ടു ബേൺ ഓൾ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രിഡ്ജസും കത്തിച്ചു അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ടു സഫർ ഫിനാൻഷ്യൽ ലോസസ്. ടു ബേൺ ഓൾ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ ടു സഫർ ഫിനാൻഷ്യൽ ലോസസ് ആണ് കേട്ടോ. ടു സഫർ ഫിനാൻഷ്യൽ ലോസസ്. വൈപ്പ് ദി ഫ്ലോർ വിത്ത് സമ്മൺ ഇഡിയമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വൈപ്പ് ദി ഫ്ലോർ വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടു ഡിഫീറ്റ് സമ്മൺ. ഒരാളെ തോപ്പിച്ചിട്ട് ഫ്ലോറിൽ കിടത്തി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. നമ്മൾ കിടത്തി എന്ന് പറയുന്ന പോലെ വൈപ്പ് ചെയ്തു, ഫ്ലോറിലിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തു എന്നൊക്കെ ഓർക്കാം കേട്ടോ, തോപ്പിച്ചിട്ട്. അപ്പൊ ടു ഡിഫീറ്റ് സമ്മൺ ആണ് വൈപ്പ് ദി ഫ്ലോർ വിത്ത് സമ്മൺ. ലേ ഓഫ് എന്ന് പറഞ്ഞാലോ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ലേ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ ഡിസ്മിസ് ചെയ്തു അല്ലെ. ടു ഡിസ്മിസ് ആൻ എംപ്ലോയി ആണ് ലേ ഓഫ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്മിസ് ആൻ എംപ്ലോയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് കേട്ട് പോവാട്ടോ, ഒന്ന് റിവൈസ് ചെയ്യേണ്ട, ജസ്റ്റ് കേട്ട് പോവാ. എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.